ബഹുദൂരം പിന്നിലാകും കോൺഗ്രസ്. ബഹുദൂരം പിന്നിലാകാൻ വേണ്ടി മാത്രം മത്സരിച്ചവരാണ് അവർ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ ആദ്യം പോകുന്ന 2-3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് പാലക്കാട് മുൻ MLA ഓഫീസായിരിക്കും. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. കാരണം പാലക്കാട് മുൻ MLA നിന്നാണല്ലോ ഈ പുതിയ ആളാകാൻ നിയോഗിക്കപ്പെട്ടാൽ അത് ഏറ്റുവാങ്ങേണ്ടത്. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. പാലക്കാടിന്റെ MLA ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. എന്നിട്ട് നാളെയായിട്ട് കൃത്യമായ വിലയിരുത്തൽ വരുമ്പോൾ ആ ഓഫീസ് ആ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ UDF-ന്റെ ഓഫീസിലേക്കും ഞാൻ പോകും. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. സസ്പെൻസ് പോരിൽ പാലക്കാടൻ കോട്ടയിൽ വിജയക്കൊടി നാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ കുതിച്ച BJP-യുടെ C കൃഷ്ണകുമാറിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റെക്കോർഡ് ജയം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. UDF പ്രവർത്തകർ LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിനെ കൂക്കി വിളിക്കുകയായിരുന്നു. പോലീസിന്റെ സുരക്ഷയിലാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഷാഫി പറമ്പിലിനെ വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ സുസ്വാഗതം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസിലേക്ക് കടന്നു വരാൻ സരിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക. എല്ലാരും കൂടെ ശവത്തി കുത്താ.